Good afternoon, everyone. Welcome to Civil 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed discussion of today's Hindu newspaper, the team Civil 360 IAS Academy is introducing a new program called Prelims Mains Companion. What is this program? This program is an integrated mains and prelims test series. ഇനി നമ്മുടെ മുന്നിൽ ഒരു 10 മാസം ഉണ്ട് അടുത്ത പ്രിലിംസിലോട്ട്. സോ ഈ 10 മാസം നമ്മളൊരു സ്ട്രാറ്റജിയോട് കൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ the first 4 months we need to focus on the mains and later 6 months we need to focus on the prelims, or the first 5 months later 5 months നമ്മൾ എന്ത് ചെയ്യണം, മെയിൻസിനും പ്രിലിംസിനും മാത്രമായിട്ട് മാറ്റി വെക്കണം. അല്ലാത്ത പക്ഷം പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ മെയിൻസ് ക്ലിയർ ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ മെയിൻ ഷുഡ് ബി റെഡി ബിഫോർ ദ പ്രിലിംസ്. അപ്പോൾ അത്തരത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററിനെയൊക്കെ അസൈൻ ചെയ്ത് ഒരു സ്ട്രാറ്റജിയോട് കൂടി ഒരു മന്ത്ലി ടാർഗറ്റ് ഉണ്ട്, വീക്ക്ലി ടാർഗറ്റ് ഉണ്ട്, ഡെയിലി ടാർഗറ്റ് ഉണ്ട്, ഡെയിലി ആൻസർ റൈറ്റിംഗ് ഉണ്ട്, വീക്ക്ലി സബ്ജക്ട് ടെസ്റ്റുകളുണ്ട്, അതിന് ഇവാലുവേഷൻ, ഡിസ്കഷൻ, മിറ്റി ക്ലാസ്സസ് ഉണ്ട്, അതായത് സമ്മറി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് എ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ യുവർ പ്രിലിംസ് ആൻഡ് മെയിൻസ് പ്രിപ്പറേഷൻ. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം ബൈ കോൺടാക്ടിങ് ദിസ് നമ്പർ. ഓക്കെ, ഇത് വർക്ക് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ബിഗിനർ ആണെന്നുണ്ടെങ്കിലും ഓൾസോ റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിലും ഹെൽപ്ഫുൾ ആകുന്ന പ്രോഗ്രാമാണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസിലോട്ട് കടക്കാം. ഏതൊക്കെയാണ് മേജർ ഹെഡ്ലൈൻസ് നോക്കാം. 12-13 തീയതികളിലെ ന്യൂസ് പേപ്പർ ഒരുമിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ് വി കുഡൻറ്റ് ടേക്ക് ദ ക്ലാസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ദിവസത്തെ ന്യൂസ് പേപ്പർ ഒരുമിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ന്യൂസ് ഇത് നമ്മുടെ എഡിറ്റോറിയൽ പേജിലുണ്ടായതാണ്. ഇറ്റ്സ് അബൌട്ട് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. അതിലെന്തൊക്കെ അന്ത്യോദയ അന്നയോജന സ്കീമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ എന്തൊക്കെ ചേഞ്ചസ് വേണം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇപ്പം നിലവിലെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ഇന്ത്യയിൽ എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഔട്ട്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇത്തരം ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ വന്ദേ മാതരം ഒരു ബില്ല് ഉണ്ടായിരുന്നു. നമുക്ക് നാഷണൽ സോങ്, ഓക്കെ, നാഷണൽ ആന്തം ഉണ്ട്, നമുക്ക് ജനഗണമനയില്ലേ, അതുപോലെ തന്നെ നാഷണൽ സോങ് ഉണ്ട് വന്ദേ മാതരം. അതിൻ്റെ പ്രൊട്ടക്ഷൻ, ഓക്കെ, നാഷണൽ സോങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ കൂടുതലാക്കിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ദെൻ ഇത് കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ ഉണ്ടായതാണ്. അതായത് ലഡാക്കിൽ ഒരുപാട് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആകുന്നുണ്ട്. ആ മെൽറ്റ് ആകുന്ന ഗ്ലേഷ്യേഴ്സ് ഒരുപാട് എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്തരം ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത്. ദെൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഉണ്ടായതാണ്. പുതിയ 3 ഫ്രോഗ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻവയോൺമെൻറ്റൽ പേഴ്സ്പെക്റ്റീവിൽ, ബയോഡൈവേഴ്സിറ്റി പേഴ്സ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസ് ആണ്. കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസ് എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര അത്യാവശ്യം നല്ല സ്പീഡിൽ റിവർ ഒഴുകുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കാസ്കേഡ്സിൽ പറയില്ലേ, ഈ വാട്ടർഫോൾ പോലെയുള്ള ഏരിയാസ്, അവിടെ കാണപ്പെടുന്ന ഫ്രോഗ് സ്പീഷീസ് ആണ് കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസ്. അങ്ങനെ 3 സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് മേബി ചോദിക്കാം, ഇത് ഏത് കൈൻഡ് ഓഫ് സ്പീഷീസ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്രിലിംസിന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ദെൻ കേരളത്തിൻ്റെ പേര് മാറ്റാനായിട്ട് കേരള എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് മാറ്റി കേരളം എന്ന് പേര് മാറ്റണം കേരളത്തിൻ്റെ. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ല് രാജ്യസഭ പാസ്സാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ്. പിന്നെ NCDCയുടെ ഒരു റിഫോർമേഷന് വേണ്ടിയിട്ട് ഒരു ബില്ലും പാസ്സാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ദെൻ ജർമ്മനി ഇന്ത്യയിൽ നിന്നിട്ട് ഗ്രീൻ ഹൈഡ്രജൻ വാങ്ങാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സോ ഇത് ആക്ച്വലി ഇന്ത്യയെയും ജർമ്മനിയെയും ഹെൽപ്പ് ആവുന്ന ഒരു ഡീലാണ്. ദെൻ അതിനെക്കുറിച്ചിട്ടാണ്. ദെൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 19 മാസം സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്നാണ് നിൽക്കുന്നത്. ബിക്കോസ് ഓഫ് സർട്ടൻ റീസൺസ് ലൈക്ക് ദ ഡെഫിസിറ്റ് ഓഫ് മൺസൂൺ, ദെൻ ഫുഡ്, ഈ ഫ്യൂവലിൻ്റെ പ്രൈസൊക്കെ വെസ്റ്റ് ഏഷ്യ ക്രൈസിസൊക്കെ കാരണം കൂടിയിട്ടുണ്ടായിരുന്നു. ഇത്തരം റീസൺസ് കാരണം റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡാറ്റ തരുന്ന ഒരു ന്യൂസാണ്. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസ് നോക്കാം. ഓക്കെ, വൈ ന്യൂസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ The draft National Food Security Amendment Bill 2026 proposes changing the food grain entitlement under the Antyodaya Annayojana by linking it to household size. അതായത് ഇപ്പോൾ നമുക്ക് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഓൾറെഡി ഉണ്ട്. ആ ഒരു ആക്ടിൽ അമെൻമെൻറ്റ് വരുത്തുകയാണ്. ആ അമെൻമെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അന്ത്യോദയ അന്നയോജന സ്കീമിൻ്റെ കീഴിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ അവർക്ക് ഫുഡ് ഗ്രെയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് ഈ പുതിയൊരു അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് മാറ്റം എന്ന് നമുക്ക് നോക്കാം. ഈ ഇപ്പോൾ നിലവിൽ മാറ്റം വരുങ്ങാട്ട് മുന്നേ ഓക്കെ, ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ പ്രയോറിറ്റി ഹൗസ് ഹോൾഡുകളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വീടുകളിൽ ഓക്കെ ഓരോ വ്യക്തിക്കും 5 കിലോ നമ്മൾ ഫുഡ് ഗ്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അരിയായിട്ടാണെന്നുണ്ടെങ്കിൽ ഗോതമ്പായിട്ടാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ തന്നെ അന്ത്യോദയ അന്നയോജന ഹൗസ് ഹോൾഡ് ആണെന്നുണ്ടെങ്കിൽ 35 കിലോ ഫുഡ് ഗ്രെയിൻ പ്രൊവൈഡ് ചെയ്തിരിക്കും. അതിപ്പോൾ ആ വീട്ടിൽ 2 പേരാണെന്നുണ്ടെങ്കിലും 3 പേരാണെന്നുണ്ടെങ്കിലും ഒരു 5 പേരാണെങ്കിലും 6 പേരാണെങ്കിലും ഒരു വീട്ടിലോട്ട് 35 കിലോ ഫുഡ് ഗ്രെയിൻ അരിയായിട്ടും ഗോതമ്പായിട്ടും പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇപ്പം നിലവിലെ സ്ഥിതി. എന്നാൽ ഇപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് ബില്ല് വരുത്തുന്ന ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഒരു വ്യക്തിക്ക് ഒരു വീട്ടിൽ അന്ത്യോദയ അന്നയോജന സ്കീമിൻ്റെ കീഴിൽ പെടുന്ന ഒരു വീടാണോ, അതായത് അന്ത്യോദയ അന്നയോജന എന്ന് പറഞ്ഞാൽ പൂറസ്റ്റ് ഓഫ് പൂർ ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന സ്കീമാണ് കേട്ടോ. അപ്പോൾ അന്ത്യോദയ അന്നയോജന കീഴിൽ പെടുന്ന ഒരു വീടാണോ, ആ വീട്ടിൽ ഒരു വ്യക്തിക്ക് 7 കിലോ, എത്രത്തോളം വ്യക്തികളുണ്ടോ അതിനനുസരിച്ച് 7 കിലോ വെച്ച് കൂടുന്നു. പക്ഷേ മാക്സിമം ഒരു ഹൗസ് ഹോൾഡിന് കൊടുക്കാൻ പറ്റുന്നത് 35 കിലോയാണ്. ഞാൻ ചുരുക്കി പറയാം ഇതെന്താണ്. അതിപ്പോൾ 2 പേരുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 × 7 14 കിലോ ആണ് ആ അന്ത്യോദയ അന്നയോജന സ്കീമിലുള്ള ആ 2 പേരുള്ള വീട്ടിലോട്ട് കൊടുക്കാൻ പറ്റുന്നത്. 5 പേരുള്ള ആണെന്ന് വിചാരിക്കാം. 5 × 7 35 കിലോഗ്രാം ഫുഡ് ഗ്രെയിൻസ് നമ്മൾ വീട്ടിലോട്ട് കൊടുക്കും. എന്നാൽ ഇപ്പം 6 പേരുണ്ടെങ്കിലും 7 പേരുണ്ടെങ്കിലും പൊതുവേ 6 × 7 എത്ര 42 കിലോ ശരിക്കും കൊടുക്കണ്ടേ? അങ്ങനെയല്ല. ഇനി മുതൽ മാക്സിമം ഒരു വീട്ടിലോട്ട് ഇപ്പം അംഗസംഖ്യ എത്രയാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ 5-നെക്കാട്ട് കൂടുതലാണെങ്കിലും 6 ആണെങ്കിലും 7 ആണെങ്കിലും 8 ആണെങ്കിലും 35 കിലോ അരി വരെ മാത്രമേ അല്ലെങ്കിൽ 35 കിലോ ഫുഡ് ഗ്രെയിൻസ് മാത്രമേ ഒരു ക്യാപ്പ് വെച്ച് കൊടുക്കത്തുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് സം ഹൗസ്. കാരണം ഓൾറെഡി 7 കിലോ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ഓൾറെഡി 14 കിലോ. ഇപ്പോൾ 2 പേരുള്ള വീട്ടിലാണെങ്കിൽ 35 കിലോ കിട്ടിയിരുന്നു. ഇപ്പോൾ 14 കിലോ കിട്ടുള്ളൂ. 8-9 പേരുള്ള വീട്ടിലാണെന്നെങ്കിലോ മാക്സിമം 35 കിലോ തന്നെ കിട്ടത്തുള്ളൂ. സോ ദീസ് ആർ ദ കൺസേൺസ്. ഓക്കെ, ദെൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കുറച്ച് ഇഷ്യൂസ് പറയുന്നുണ്ട്. നമുക്ക് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിലൊക്കെയാണ് നമുക്ക് എന്ത് റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് കിട്ടുന്നത്, ഫുഡ് ഗ്രെയിൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ ആക്ച്വലി കവറേജ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കവർ ചെയ്യുന്നത് 75% ഓഫ് ദ റൂറൽ പോപ്പുലേഷനും 50% ഓഫ് ദ അർബൻ പോപ്പുലേഷനും കവർ ചെയ്യണം. അപ്പം 2011 സെൻസസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെനിഫിഷ്യറീസിൻ്റെ സീലിംഗ് ഇത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 81.35 കോടി ജനങ്ങളാണ് ഇതിൻ്റെ കീഴിൽ വരേണ്ടത്. ഇത്തരത്തിലാണ് ഡാറ്റ എന്നുണ്ടെങ്കിൽ, ഇത്തരത്തിലാണ് നമ്മൾ കവറേജ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇപ്പോൾ പോപ്പുലേഷൻ ചേഞ്ച് ആണ്. ഇത് 2011 സെൻസസാണ്. 2025 സെൻസസ് പ്രകാരം ഇപ്പോഴത്തെ നിലവിലെ പോപ്പുലേഷൻ തന്നെ 146.4 ക്രോറാണ്. 146 കോടി. ഓക്കെ, 146.4 കോടി ജനങ്ങളാണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ട്. ഇതിൽ 75% ഓഫ് റൂറൽ പോപ്പുലേഷനും 50% ഓഫ് അർബൻ പോപ്പുലേഷനും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സോ പോപ്പുലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ബെനിഫിഷ്യറീസിൻ്റെ എന്ത് ചെയ്യണം, സീലിംഗ് ഇതിൽ നിന്ന് മാറ്റണം. ഈ ഒരു നമ്പറല്ല, ഇതിൽ നിന്ന് മാറ്റണം. ഓക്കെ, സോ ദ നമ്പർ ഷുഡ് ബി അപ്ഡേറ്റഡ് യൂസിങ് ദ ന്യൂ ഇയർ പോപ്പുലേഷൻ ഡാറ്റ. അതാണ് ഉദ്ദേശം. ഇനി വെറുതെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ ന്യൂട്രീഷ്യൻ സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുമോ? അതായത് ഗവൺമെൻറ് റേഷൻ കടകളും മറ്റും വഴി അരിയും ഗോതമ്പൊക്കെ കൊടുക്കുന്നു എന്ന് വെച്ചിട്ട് നമുക്ക് പോഷകാഹാരങ്ങളുടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും? ഒരിക്കലും ഇല്ല. ഓക്കെ, നമ്മൾ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തി, അതായത് എല്ലാവർക്കും ഫുഡ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് ന്യൂട്രീഷ്യസ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. നമ്മൾ ഒരുപാട് സീരിയൽസ് കൊടുത്തു എന്ന് വിചാരിക്കുക, ലൈക്ക് ഗോതമ്പും അരിയും മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. അല്ലാണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊന്നും, ഹൈ ഫാറ്റുള്ള ഫുഡുകൾ ഇതൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആക്ച്വലി കൊടുക്കണം എങ്ങനെ, ഹെൽത്തി ഡയറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടുകൾ വെറും സീരിയൽസ് മാത്രമല്ല കൊടുക്കേണ്ടത്, മറിച്ച് പൾസേഴ്സ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, ഹെൽത്തി ഫാറ്റ്സ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡാണ് നമ്മൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ അരിയും ഗോതമ്പും മാത്രം അല്ല. ഓക്കെ,
ദെൻ സീരിയൽ സെൻട്രിക് അപ്രോച്ചിൽ നിന്ന് നമുക്ക് ഡൈവേഴ്സിഫൈഡ് ഡയറ്റ് അപ്രോച്ചിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമ്മുടെ ഡയറ്റ് കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ചെയ്യണം. കാരണം ഇതിന് കുറച്ച് ഡാറ്റ വെച്ചിട്ട് ഇവരിത് പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഡൈവേഴ്സിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എത്രത്തോളം ചൈൽഡ് സ്റ്റണ്ടിങ് ആണെന്ന് വിചാരിക്കുക, അതായത് ഹൈറ്റ് കുറവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആക്ച്വലി 29.3% കുട്ടികളും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളും സ്റ്റണ്ടിങ് ആണ്. അവർക്ക് പോഷകാഹാരം ഇല്ല എന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ചൈൽഡ് വേസ്റ്റിംഗ്, ചൈൽഡ് അണ്ടർ വെയ്റ്റിംഗ്, ഇതിലെല്ലാത്തിലും നമുക്ക് വളരെ അത്യാവശ്യം ഒരു മോശം ഡയറ്റാണ് നമുക്ക് കാണുന്നത്. അതായത് വേസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അണ്ടർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളിൽ. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഇതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറ്റിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഷ്യൂസ് ഒന്നും നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദിസ് ഷോസ് ദാറ്റ് ഇന്ത്യ കണ്ടിന്യൂസ് ടു ഫേസ് സിഗ്നിഫിക്കൻറ്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. ഓക്കെ, ദെൻ ഇന്ത്യക്ക് ഡബിൾ ബേർഡൻ ഓഫ് മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകാഹാരത്തിൻ്റെ എന്തൊക്കെയോ തകരാറുണ്ട്. പോഷകാഹാരത്തിൻ്റെ ലഭ്യതയിൽ എന്തൊക്കെയോ തകരാറുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പോഷകാഹാരം കുറവായിരിക്കാം, അല്ലെങ്കിൽ ലഭിക്കുന്ന ഫുഡ് ഓവറായിരിക്കാം, ഓവർ ന്യൂട്രീഷൻ ആക്കാം. സോ മാൽ ന്യൂട്രീഷനൊക്കെ 2 ടൈപ്പ് ഉണ്ട്. അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, അതായത് പോഷകാഹാര ലഭ്യത കുറവുണ്ട്. പിന്നെ ഓവർ ന്യൂട്രീഷൻ ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഒബേസിറ്റി, പൊണ്ണത്തടിയും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ നമുക്കുണ്ട്. സോ ഇന്ത്യയിൽ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, ഓവർ ന്യൂട്രീഷൻ ഉണ്ട്. അപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ്റെ കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്നതാണ് സ്റ്റണ്ടിങ്ങും വേസ്റ്റിങ്ങും, പിന്നെ അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റും മെറ്റേണൽ അണ്ടർ ന്യൂട്രീഷൻസും എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ അതുപോലെ തന്നെ ഓവർ ന്യൂട്രീഷൻസ് ലൈക്ക് ഒബേസിറ്റി, പൊണ്ണത്തടി എന്നൊക്കെ പറയില്ല നമ്മൾ, പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ICMR ഇന്ത്യ ബി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, ഇവരുടെ ഡാറ്റ പ്രകാരം 101 മില്യൺ പീപ്പിളാണ് ഇന്ത്യയിൽ ഡയബറ്റീസ് കാരണം ഇപ്പോൾ ജീവിക്കുന്നത്. ആക്ച്വലി ഓക്കെ, ഡയബറ്റീസ് പേഷ്യൻസ് 136 മില്യൺസ് ഓഫ് പീപ്പിൾസ് ആണ് പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നും 2011 പറയുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു ഡാറ്റ അവരുടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഷോയിങ് ദ ഓവർ ന്യൂട്രീഷൻ. ഓക്കെ, സോ നമുക്ക് ഇന്ത്യക്ക് 2 ബേർഡൻ ആണ്, ഡബിൾ ബേർഡൻ ആണ്. അതായത് ഹങ്കറും നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ലൈക്ക് അതായത് പകരാത്ത ഡിസീസ് ലൈക്ക് ഒബേസിറ്റി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതും മാനേജ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഹങ്കറും മാനേജ് ചെയ്യണം, നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ സ്പ്രെഡും മാനേജ് ചെയ്യണം. ഓക്കെ, ഇത് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, സീരിയൽ ബേസ്ഡ് ആയിട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുന്നില്ല. അങ്ങനെ ഒരു ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിന് മാത്രമായിരിക്കും ഫോക്കസ് കൊടുക്കേണ്ടാവുക. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡിലോട്ടൊന്നും നമുക്ക് ഇത് വരത്തില്ല. പിന്നെ അപ്പോൾ ആൾക്കാർ വിചാരിക്കും എന്നാൽ മില്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യാന്ന്. എന്നാൽ മില്ലറ്റ്സ് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടും കാര്യമില്ല. മില്ലറ്റ്സ് ആർ നോട്ട് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ദ ന്യൂട്രീഷ്യസ് പ്രോബ്ലം. സോ ഡയറ്ററി ഡൈവേഴ്സിഫിക്കേഷൻ, മിൽക്കും മറ്റ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്യണം നമ്മൾ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിൽ. ഓക്കെ, ദെൻ സജസ്റ്റഡ് റീഫോംസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ പറയുന്നതാണ്, 35 കിലോ അന്ത്യോദയ അന്യോജന സ്കീംസിന് കൊടുക്കുന്നില്ലേ, അതങ്ങനെ തന്നെ വെക്കുക. അല്ലാണ്ട് 7 കിലോ വെച്ച് ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട ആവശ്യം, 35 കിലോ കൊടുക്കുന്നുണ്ടോ അതങ്ങനെ തന്നെ കൊടുക്കുക. ദെൻ ഈ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൻ്റെ കീഴിലുള്ള ബെനിഫിഷ്യറീസിൻ്റെ കവറേജ്, പോപ്പുലേഷൻ മാറിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ആ ബെനിഫിഷ്യറീസിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക. പൾസ്, മില്ലറ്റ്സ്, ഫുഡ്, ലോക്കൽ ഗ്രെയിൻസ്, ഹെൽത്തി എഡിബിൾ ഓയിൽസ്, ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, നമ്മുടെ ഫുഡ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് കീഴിൽ ഉൾപ്പെടുത്തുക. ദെൻ ഈ PDS എന്ന് പറയില്ലേ, അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, നമ്മുടെ റേഷൻ കടകളും മറ്റു കാര്യങ്ങളെല്ലാം, ഫെയർ ഷോപ്സ്, ഓക്കെ, ഇതിലൊക്കെ അംഗൻവാടി സർവീസസും PM പോഷൻ മുതലുള്ള സ്കീംസിനൊക്കെ ആയിട്ട് ഒന്ന് കമ്പൈൻ ചെയ്യുക. ഓക്കെ, പിന്നെ അവയർനെസ് കൂട്ടുക. ഫെയർ പ്രൈസ് ഷോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കടകളാണ്. അതുവഴി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കുക. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ന്യൂട്രീഷ്യസ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും, along with ensuring the food security. Okay, new measures ഉണ്ട്, you can read that. Then next news, Vande Mataram bill gets president's assent. അതായത് ഒരു ബില്ല് ആക്റ്റായി മാറണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ആദ്യം അത് ലോകസഭ പാസ്സാക്കണം, രാജ്യസഭയും പാസ്സാക്കണം, അല്ലെങ്കിൽ രാജ്യസഭ ആദ്യം പാസ്സാക്കണം, അല്ലെങ്കിൽ ലോകസഭ ആദ്യം പാസ്സാക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ബില്ല് പാസ്സാക്കിയ ബില്ലിന് പ്രസിഡന്റിന്റെ അസന്റ് ലഭിച്ചാലല്ലേ അതൊരു ആക്റ്റായിട്ട് മാറും. അപ്പോൾ ഓൾറെഡി ഒരു വന്ദേ മാതരം ബില്ല് ഉണ്ടായിരുന്നു, അതിന് പ്രസിഡന്റ് അസന്റ് കിട്ടി, അതൊരു ആക്റ്റായിട്ട് മാറി. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ബിൽ, ഓർ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട്? സോ വൈൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഗേവ് അസന്റ് ടു ദ
പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഹോണർ അമെൻമെന്റ് ബിൽ 2026. ഈ ഒരു ബില്ലിലാണ് എന്ത് വന്നേക്കുന്നത്, ഇത്തരത്തിലുള്ള വന്ദേ മാതരത്തിൻ്റെ കുറച്ച് സെക്യൂരിറ്റി ഒക്കെ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഗൽ സ്റ്റാൻഡേർഡ്സ് കൂട്ടുന്ന രീതിയിലുള്ള ബില്ല് വന്നേക്കുന്നത്. So it provides the legal protection to the Vande Mataram against intentional disruption or prevention of its singing. വന്ദേ മാതരം പാടുന്ന സമയത്ത് പല ആൾക്കാരും ഇൻട്രപ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട് കരുതി കൂട്ടി. ഇനി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് പൊതുവേ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ ജനഗണമന പാടുമ്പോൾ, അതായത് നാഷണൽ ആന്തം പാടുമ്പോഴാണ് നമ്മൾ അത് കീപ്പ് ചെയ്തിരുന്നത്. നാഷണൽ ആന്തത്തിന് നമ്മൾ ഡിസ്ഹോണർ ചെയ്യരുത്, ഓക്കെ, അല്ലെങ്കിൽ അപമാനിക്കരുത്. അപ്പോൾ ഈ ഒരു പദവി ഇനി മുതൽ വന്ദേ മാതരം അഥവാ നമ്മുടെ നാഷണൽ സോങ്ങിനും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ദ ഗ്രാൻസ് വന്ദേ മാതരം ദ സെയിം ലീഗൽ സ്റ്റാറ്റസ് ആസ് ദ നാഷണൽ ആന്തം ജനഗണമന. ഓക്കെ, സെയിം ലീഗൽ സ്റ്റാറ്റസ് ലഭിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ബിൽ? ഫസ്റ്റ് ഇറ്റ്സ് എ ഗ്രേറ്റർ റെസ്പെക്ട് ഫോർ ദ നാഷണൽ സോങ്. നമ്മുടെ നാഷണൽ സോങ് വന്ദേ മാതരം ഒരുപാട് റെസ്പെക്ട് നൽകുന്നുണ്ട്. എന്നാൽ കുറച്ച് പ്രശ്നങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട്. പബ്ലിക് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ മീറ്റിംഗ് ഇല്ലേ, ആ മീറ്റിങ്ങിന് ഇനി മുതൽ വന്ദേ മാതരവും ചൊല്ലണം, ജനഗണമനയും ചൊല്ലണം. ഇത് രണ്ടും ചൊല്ലുമോ എന്നുള്ളൊരു രീതിയിൽ കുറച്ച് ഇഷ്യൂസ് നടക്കുന്നുണ്ട്. റൈസസ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ മാൻഡറ്ററി സിംഗിങ് അറ്റ് ഒഫീഷ്യൽ ഫങ്ഷൻസ്. ഓക്കെ, then this is raising a debate related to the distinction between the respect of national symbols and compulsory participation. നമ്മൾ ഇപ്പോൾ നാഷണൽ സിംബൽസിനെ കമ്പൽസറി ആയിട്ട് എന്താ പറയുക, നാഷണൽ സിംബൽസിനെ നമ്മൾ ബഹുമാനിക്കണം അല്ലേ? അത് കമ്പൽസറി ആക്കേണ്ട നിർബന്ധമുണ്ടോ? അതെല്ലാ വ്യക്തികളും അങ്ങനെ തന്നെ ചെയ്യണോ? എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ നാഷണൽ സോങ്ങിനെ ബഹുമാനിക്കാൻ പറ്റൂ എന്നുണ്ടോ? ഓക്കെ, ഇത്തരത്തിലുള്ള ഡിബേറ്റ് ഓൾറെഡി എന്തെന്ന് റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്. ഈ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് തിന്നാകുന്നുണ്ട്. അതായത് ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നുണ്ട്, അതായത് ടെമ്പറേച്ചറൊക്കെ കൂടുന്നു. അപ്പോൾ നമ്മുടെ ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികൾ, അതായത് ഫ്രോസൺ ആയിട്ടുള്ള റിവേഴ്സ്, നമ്മുടെ ഹിമാലയത്തിലാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് ഏരിയയിലൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലുള്ള ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഈ ഗ്ലേഷ്യേഴ്സ് ആർ മെൽറ്റിംഗ്. എക്സ്പെഷ്യലി ദിസ് ന്യൂസ് ഇസ് അബൌട്ട് ദ ഗ്ലേഷ്യേഴ്സ് പ്രസന്റ് ഇൻ ദ സൻസ്കർ ഹിമാലയ. നമുക്ക് ലഡാക്ക്, കാരക്കോറം, ലഡാക്ക്, സൻസ്കർ എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? ട്രാൻസ് ഹിമാലയ ജോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. കാരക്കോറം, ലഡാക്ക്, സൻസ്കർ എന്താണ്? ട്രാൻസ് ഹിമാലയ. ഇതിൽ സൻസ്കർ ഹിമാലയ എടുത്ത് നോക്കുമ്പോൾ അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് എടുത്ത് പഠിച്ചപ്പോൾ അവിടെ ഗ്ലേഷ്യേഴ്സ് ആർ തിന്നിങ്. ഓക്കെ, ദാറ്റ് മീൻസ് ഗ്ലേഷ്യേഴ്സിൻ്റെ വണ്ണം എല്ലാം കുറയുന്നു. അതായത് അത് അർത്ഥമാക്കുന്നത് എന്താ? അത് ഉരുകുന്നു. ഗ്ലേഷ്യേഴ്സ് ഉരുകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഫസ്റ്റ് നിങ്ങൾക്ക് ന്യൂസിലോട്ട് പോവാം. The study of the 12 glaciers in the Sanskar Himalaya shows that glaciers movement has slowed significantly as per the region wants. ഒരു കാര്യം പറയാം, അതായത് ഈ ന്യൂസിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേഷ്യേഴ്സ് ഫ്രോസൺ റിവർ ആണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്കറിയാം കുറേ ഗ്ലേഷ്യർ ലാൻഡ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞിട്ടുണ്ട് മൊറൈൻ അല്ലേ, ഇതുപോലെ ഒരുപാട് ഗ്ലേഷ്യേഴ്സ് ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്ലേഷ്യേഴ്സ് ബിക്കോസ് ഓഫ് ദ മൂവ്മെന്റ് ഓഫ് ദ ഗ്ലേഷ്യർ. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ ന്യൂസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിൽ ഏരിയ ആണെന്ന് വിചാരിക്കാം, ഇവിടെ ഒരു ഗ്ലേഷ്യർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഗ്ലേഷ്യർ പൊതുവേ മൂവ് ചെയ്യാറുണ്ട് താഴോട്ട്, ബിക്കോസ് ഓഫ് ദ ഗ്രാവിറ്റി മൂവ് ചെയ്യാറുണ്ട്. എന്നാൽ ദിസ് മൂവ്മെന്റ് ഈസ് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. വൈ? ഫസ്റ്റ് തിങ്, ഇതിൻ്റെ മാസ് കൂടുന്ന സമയത്താണ് നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അത് കൂടുതലായിട്ടും എഫക്റ്റ് ആകുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഗ്ലേഷ്യർ തിന്നിങ് ആണ്. അതായത് ഇപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്ന ഗ്ലേഷ്യർ ആണെങ്കിൽ ഇപ്പോൾ വളരെ വണ്ണം കുറവാണ് ബിക്കോസ് ഓഫ് ദ ഗ്ലോബൽ വാർമിംഗ് ആൻഡ് മെൽറ്റിംഗ് ഓഫ് ദ ഗ്ലേഷ്യർ. അങ്ങനെ ആകുമ്പോൾ ഇതുമ്പോൾ മാസ് കുറയുന്നതനുസരിച്ച് ഗ്രാവിറ്റി അതുമ്പോൾ പുൾ ചെയ്യുന്നത് നമുക്ക് കുറയും. സോ പൊതുവെ ഹയർ മാസ് ഉണ്ടായ സമയത്ത് ഗ്രാവിറ്റി നല്ല രീതിയിൽ പുൾ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ദിസ് ഗ്ലേഷ്യർ മൂവ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, ഇപ്പൊ തിന്നിങ് നടക്കുന്ന നേരം മാസം കുറവാണ്, അതായത് ഗ്ലേഷ്യർ മൂവ്മെന്റ് കുറവാണ് എന്നുമാണ് കാണിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ദിസ് ഗ്ലേഷ്യർ മൂവ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ ഗ്ലേഷ്യേഴ്സ് താഴോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ ഫ്രഷ് വാട്ടറിന്റെ അവൈലബിലിറ്റി ഒക്കെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ മൂവ്മെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ്ലി കുറച്ച് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഡാറ്റ കൊടുക്കുന്നുണ്ട് ഗ്ലേഷ്യേഴ്സിന്റെ തിന്നിങ്ങും മൂവ്മെന്റിന്റെ. ഗ്ലേഷ്യേഴ്സ് മൂവ്മെന്റ് സ്ലോഡ് ബൈ ആൻ ആവറേജ് ഓഫ് 2.4 മീറ്റർ പെർ ഇയർ പെർ ഡിക്കേഡ്. ഒരു ഡിക്കേഡിൽ ഒരു ഇയറിൽ നോക്കുമ്പോൾ 2.4 മീറ്റർ ആണ് ഇപ്പം ഉണ്ടാകുന്നത്
ഒരു സ്ലോ ഡൗൺ ചെയ്തേക്കുന്നത്, ഗ്ലേഷ്യേഴ്സിന്റെ മൂവ്മെന്റ് കുറഞ്ഞിട്ടുണ്ട്. ദെൻ സർഫസ് തിന്നിങ്, അതായത് ഗ്ലേഷ്യേഴ്സിന്റെ വണ്ണം കുറയുന്നുണ്ട്. 2005 മുതൽ 2005 മുതലാണെന്നുണ്ടെങ്കിൽ 0.22 മീറ്റർ ആയിരുന്നു ഒരു വർഷം കുറഞ്ഞിരുന്നത് തിന്നിങ്. ഇപ്പോൾ 1/2 മീറ്റർ, അതായത് 0.5 മീറ്റർ ഒക്കെ ഒരു വർഷം കുറയുന്നത്. ദാറ്റ് മീൻസ് ദ ഗ്ലോബൽ വാർമിംഗ് എഫക്ട് ഇൻ ദ ഗ്ലേഷ്യേഴ്സ്. ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് തന്നെ പറഞ്ഞേ. ഇതിനകത്ത് പീക്ക് വാട്ടർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പീക്ക് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഗ്ലേഷ്യേഴ്സ് ഉരുകിയിട്ടാണ് നമുക്ക് പല ഹിമാലയൻ നദികളും ഉണ്ടാകുന്നത്. ആക്ച്വലി ഇത് ചില സമയം ഫാസ്റ്റായിട്ട് ഉരുകുന്നു, ഫാസ്റ്റായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഒരുപാട് വെള്ളം നമുക്ക് ലഭിക്കും ആ സമയത്ത്. എന്നാൽ മെൽറ്റ് ചെയ്ത് ഒരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് മെൽറ്റ് ചെയ്യാൻ അത് അവിടെ ഇല്ല, പിന്നെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് ഒരുപാട് വെള്ളം പോയി ഓൾറെഡി. ആ സമയത്ത് നമുക്ക് പീക്ക് വാട്ടർ ആണെന്ന് പറയും. അതായത് ഇനീഷ്യലി ആക്സിലേറ്റഡ് ഗ്ലേഷ്യർ മെൽറ്റിംഗ് ഇൻക്രീസസ് ദ റിവർ റൺ ഓഫ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിവേഴ്സിന്റെ ഒഴുക്കൊക്കെ കൂടും, മെൽറ്റ് ചെയ്ത് ഒരുപാട് വാട്ടർ തരും. അപ്പോൾ ആ ഒരു സ്റ്റേജിനെ പീക്ക് വാട്ടർ എന്ന് പറയും, ഈ ഒരു ഫേസ്. എന്നാൽ ആഫ്റ്റർ ദിസ് പീക്ക് വാട്ടർ സ്റ്റേജ് എന്തുണ്ടാകുന്നു, ഗ്ലേഷ്യേഴ്സ് എല്ലാം ഉരുകി പോകുന്നു, പിന്നെ ആ റിവറിലോട്ട് ഒഴുകി വരാൻ വെള്ളമില്ല. അപ്പോൾ അതിനനുസരിച്ച് ഡിക്ലൈനും കാര്യങ്ങളൊക്കെ വരും. സോ പീക്ക് വാട്ടർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. സോ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ എന്ന് വെക്കുകയാണെങ്കിൽ ഹിമാലയൻ ഗ്ലേഷ്യേഴ്സ് ആക്ട് ആസ് എ നാച്ചുറൽ ഫ്രഷ് വാട്ടർ റിസർവോയേഴ്സ്. ഓക്കെ, അതെ, ഹിമാലയത്തിൽ നിന്നാണ് ഒരുപാട് ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് ഒരുപാട് റിവേഴ്സ് ഒഴുകി വരുന്നത്. ഇപ്പോൾ ഗംഗോത്രി ഗ്ലേഷ്യർ വരുന്നുണ്ട്, ഗംഗ വരുന്നുണ്ട്, യമുനോത്രി ഗ്ലേഷ്യർ യമുന വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നാച്ചുറൽ ഫ്രഷ് വാട്ടർ റിസോഴ്സ് ആണ് ഗ്ലേഷ്യർ. അപ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉരുകി വരുന്ന വെള്ളത്തിന്, മെൽറ്റ് ചെയ്ത വെള്ളത്തിന് നമ്മുടെ അഗ്രികൾച്ചറിനും ഡ്രിങ്കിങ് വാട്ടറിനും ഹൈഡ്രോ പവർ പ്രൊഡക്ഷനും എക്കോസിസ്റ്റം സർവീസസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആകുന്നതാണ്. ഇത്തരത്തിൽ ഉരുകിപ്പോയി കഴിഞ്ഞാൽ എന്തുണ്ടാകുന്നു, ഇതിനെ എല്ലാത്തിനെയും ബാധിക്കുന്നു. എക്സ്പെഷ്യലി ദ ലഡാക്ക് ആൻഡ് ഡൗൺ സ്ട്രീം ഇൻഡസ് ബേസിൻസിനൊക്കെ ഈ ഒരു സംസ്കർ മേഖലയിലെ ഗ്ലേഷ്യേഴ്സ് ഉരുക്കുന്നത് അല്ലെങ്കിൽ തിന്നാകുന്നത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന ഒരു ഡയറ്റയും കാര്യങ്ങളൊക്കെ ഒരു ഇഷ്യൂ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു ന്യൂസാണ്. ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, ഇതൊന്നുമില്ല, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് അറിഞ്ഞിരിക്കാം. 3 കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഫ്രം ദ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒരു 3 കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസ് എന്ന് പറയുകയാണെങ്കിൽ കാസ്കേഡ്സ് ഇല്ലേ, ലൈക്ക് വാട്ടർഫോൾ പോലെ ഒരു സംഭവമാണ്. നമ്മൾ ജിയോമോർഫോളജിയിൽ പഠിക്കുന്നതാണ് ആക്ച്വലി. ഒരു ഫ്ലൂവിയൽ ലാൻഡ് ഫോം ആണ് കാസ്കേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ വാട്ടർഫോൾ പോലെ കുത്തനെയല്ല, എന്നിങ്ങനെ ചെറുതായി ഇത്തരത്തിൽ എന്നാൽ ഒരു വെള്ളച്ചാട്ടം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഫ്ലോയിങ് ഓഫ് ദ റിവേഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള സ്ട്രീമിൻ്റെയും വാട്ടർഫോളിൻ്റെയും കാസ്കേഡ്സിൻ്റെ ഒക്കെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് സ്പീഷീസിന് ഫ്രോഗ് സ്പീഷീസ് എന്ന് പറയുന്നതാണ് കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസ് എന്ന് പറയുന്നത്. അങ്ങനെ 3 കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തു. അതിൻ്റെ പേരാണ് ബ്യൂട്ടിഫുൾ കാസ്കേഡ് ഫ്രോഗ്, അഥവാ അതിൻ്റെ സയന്റിഫിക് നെയിം പറയുകയാണെങ്കിൽ അമലോപ്സ് ബെല്ല, സെന്റന്യൂ കാസ്കേഡ് ഫ്രോഗ് അഥവാ അമലോപ്സ് സെന്റന്യൂ, ആൻഡ് അമ്മച്ചി കാസ്കേഡ് ഫ്രോഗ്. ഇത് അമ്മച്ചി തന്നെയാണ് വായിക്കുക, ബിക്കോസ് അതിന് റീസൺ എന്താ പറയാം, അമലോപ്സ് അമ്മച്ചി എന്ന് പറയും. ഓക്കെ, അപ്പോൾ മേ ബി പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇത് തന്നിട്ട് ഇത് എന്ത് കൈൻഡ് ഓഫ് സ്പീഷീസ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ് അമലോപ്സ് ബെല്ല അല്ലെങ്കിൽ അമലോപ്സ് സെന്റന്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫ്രോഗ്. ഓക്കെ, ഫ്രോഗ് ആണെന്ന് അറിയണം. ഓക്കെ, ഇനി ഓരോ അമലോപ്സ് ബെല്ലയെ കുറിച്ച് പറയാം. അത് ഈ വെസ്റ്റ് ബംഗാളിൽ നിന്നിട്ടാണ് നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത്. സെന്റന്യൂ, അമലോപ്സ് സെന്റന്യൂ ആണെന്നുണ്ടെങ്കിൽ നാഗാലാൻഡിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എക്സ്പെഷ്യലി അവിടെ സെന്റന്യൂ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്, അതിൽ നിന്നാണ് ആ പേര് വന്നത്, അമലോപ്സ് സെന്റന്യൂ എന്ന് പറയുന്നത്. ആൻഡ് അമ്മച്ചി, അതായത് അമലോപ്സ് അമ്മച്ചി എന്ന് പറയുന്നത്, ആക്ച്വലി അമ്മച്ചി എന്ന് പറഞ്ഞ പേര് ഇടാൻ കാരണം നമുക്ക് കേരളത്തിൽ ഒരു സോഷ്യൽ വർക്കർ ഉണ്ട്. ഓക്കെ, ആ പേരാണ് അമ്മിണി വി ജോർജ് എന്ന് പറയുന്നത്. ഈ അമ്മിണി വി ജോർജിനെ നമ്മൾ പൊതുവേ വിളിക്കുന്നത് അമ്മച്ചി എന്നാണ്. ഓക്കെ, അമ്മച്ചി എന്നാണ് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്നത്. സോ അവരുടെ ഒരു ആദരിക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കൊരു ബഹുമാന സൂചകം ആയിട്ട് ആണ് നമ്മൾ ആ കാസ്കേഡ് ഫ്രോഗിനെ അമലോപ്സ് അമ്മച്ചി എന്ന് പറഞ്ഞ് പേരിട്ടേക്കുന്നത്. ഇതുപോലെ ആ ഒരു ഏരിയയിൽ നോർത്ത് ഈസ്റ്റേൺ റീജിയനിന് മറ്റ് പൊതുവെ അവിടെ കാണാത്ത ഒരു 5 കാസ്കേഡ് ഫ്രോഗ് സ്പീഷീസിനെ അവിടെ കണ്ടിട്ടുണ്ട്. ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തതാണ്, അങ്ങനെ ഒരു സ്പീഷീസ് ഉണ്ടെന്ന് 5 അവിടെ ഉണ്ടെന്ന് കണ്ടിട്ടുള്ള, മീൻസ് 5 കാസ്കേഡ് സ്പീഷീസിനെ പുതിയതായിട്ട് ഡിസ്കവർ ചെയ്തതല്ല, മറിച്ച് ഈ 3 പുതിയതായിട്ട് കണ്ടെത്തി. 3 ടൈപ്പ് ഓഫ് സ്പീഷീസ് കാസ്കേഡ് ഫ്രോഗ്സിനെ കണ്ടെത്തി. മാത്രമല്ല പൊതുവെ അവിടെ കാണാത്ത ഒരു കൈൻഡ് ഓഫ് 5
ആ ഒരു ഏരിയയിൽ കാണാത്ത 5 കാസ്കേഡ് ഫ്രോക്സിനെയും അവിടെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ന്യൂസ്. ഓക്കെ, ദെൻ കൺസർവേഷൻ സിഗ്നിഫിക്കൻസ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ പുതിയ പുതിയ സ്പീഷീസിനെ കണ്ടെത്തുന്നുണ്ട്. അത് ഫ്രോക്സിൽ നിന്നിട്ടാണെങ്കിലും മറ്റ് ജീവികളിൽ നിന്നിട്ടാണെങ്കിലും. സോ നമ്മുടെ ഇത്രയും നാളായിട്ട് അൺഎക്സ്പ്ലോർ ചെയ്ത് നടക്കാൻ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഇപ്പോഴും അൺഎക്സ്പ്ലോർഡ് ആണ്. സോ ഇപ്പോഴും എത്രത്തോളം എത്രത്തോളം സ്പീഷീസ് ഉണ്ട് നമ്മൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. സോ അണ്ടർസ്റ്റഡി ദ ആംഫീബിയൻ ഡൈവേഴ്സിറ്റി ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. ഇത് സിഗ്നിഫിക്കൻസ് ചെയ്യുന്നത് ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് നമ്മൾ ഇപ്പോഴും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലെ ആംഫീബിയൻ പോപ്പുലേഷൻ അതിപ്പോഴും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അണ്ടർ സ്റ്റഡി ഇതാണെന്ന് പറയുന്നു. പിന്നെ ആംഫീബിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ബയോ ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് ദേ ക്യാൻ ഹൈലി സെൻസിറ്റീവ് ടു ദ എൻവയോൺമെന്റൽ ചേഞ്ചസ്. ഈ ആംഫീബിയൻസ് എന്ന് പറയുമ്പോൾ എന്താ, കടലിലും വെള്ളത്തിലൊക്കെ ജീവിക്കുന്ന ജീവികൾ, ഉഭയജീവികൾ എന്നാണ് തോന്നുന്നു മലയാളത്തിൽ പറയാം. സോ ഇവർ ആക്ച്വലി ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. എൻവയോൺമെന്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെന്നുണ്ടെങ്കിൽ ഇവരുടെ പെരുമാറ്റത്തിൽ ഒരുപാട് ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ ബയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടുത്തെ എൻവയോൺമെന്റിലെ ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. Then the next news. Okay, this news talks that രാജ്യസഭ 2 ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ഒന്ന് കേരള ആൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026, കേരള ആൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026ഉം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അമെൻമെന്റ് ബിൽ 2026. 2 ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ആ 2 ബില്ലും രാജ്യസഭ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കേരള ആൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026 ആണ്. അത് ആ ബില്ലിൻ്റെ ഇമ്പോർട്ടൻസ് അല്ല, അത് ചെയ്യുന്ന പ്രൊസീജിയറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഒരു സംസ്ഥാനത്തിൻ്റെ പേര് എങ്ങനെയാണ് മാറ്റുന്നത്? ഇപ്പോൾ കേരളം എന്ന് കേരള എന്നാണ് നമ്മൾ ഒഫീഷ്യലി ഇപ്പോൾ പല കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണെങ്കിൽ കേരള എന്ന് കാണാം, അല്ലെങ്കിൽ കേരളം എന്നല്ല. മറ്റു ഡോക്യുമെന്റ്സിലൊക്കെ കേരള എന്നാണ് കാണുന്നത്. ആക്ച്വലി അതൊരു കൊളോണിയൽ ലെഗസി എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഉപയോഗിക്കുന്നതാണ്. കേരളം എന്ന് അവർ ഉപയോഗിക്കേണ്ടത് കേരള എന്ന് അവർ പറയാറ്. സോ ഒരു കൊളോണിയൽ ലെഗസി ആണ് അത് നമുക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. മറിച്ച് നമുക്ക് ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേര് കേരളം എന്നാക്കണം എന്ന് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് റിക്വസ്റ്റ് അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, പാർലമെന്റ് കേരളത്തിന്റെ പേര് മാറ്റാൻ പോകും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത് ആർട്ടിക്കിൾ 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഈ ആർട്ടിക്കിൾ 3യുടെ പേരിലാണ് ഇത് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. ഇത് ഓൾറെഡി പറഞ്ഞേക്കുന്നതാണ്. എന്താണ് ആർട്ടിക്കിൾ 3? ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാൻ അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 3 മുഖേനയാണ്. ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് പറയാം, എങ്ങനെയാണ് പേര് മാറ്റാന്ന്. പൊതുവെ ഇപ്പൊ കേരളത്തിന്റെ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കേരളത്തിന്റെ പേര് മാറ്റണം, കേരളയിൽ നിന്നിട്ട് കേരളം എന്നാക്കണം എന്ന് റിക്വസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പക്ഷെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി പേര് മാറ്റാനുള്ള അധികാരം പാർലമെന്റിനേ ഉള്ളൂ. ഓക്കെ, പേര് മാറ്റാനുള്ള അധികാരം പാർലമെന്റിനേ ഉള്ളൂ. പാർലമെന്റ് അത് ബില്ലായിട്ടൊക്കെ അവതരിപ്പിക്കണം. ഇവിടെ പാർലമെന്റ് ലോകസഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യണം, ഈ ബില്ലായിട്ട് അവതരിപ്പിച്ചിട്ട് വേണം ദാറ്റ് മീൻസ് പാർലമെന്റിൽ ഇത് ബില്ലായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ പേരൊക്കെ മാറ്റാൻ പറ്റൂ. അതായത് കേരള ഗവൺമെന്റ് ഇവിടെ നിന്ന് റിക്വസ്റ്റ് കൊടുത്തു, ഉടനടി പേരൊന്നും മാറാൻ പോകുന്നില്ല. ഓക്കെ, അത് പാർലമെന്റിൽ ബില്ലായിട്ട് അവതരിപ്പിച്ച് അത് അംഗീകരിച്ചാൽ മാത്രമേ ഇത് കേരള എന്ന പേര് കേരളം എന്നാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ യൂഷ്വലി എന്ത് ചെയ്യും, നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ റെസല്യൂഷൻ കൊടുക്കും നമ്മൾ. ഓക്കെ, എന്നാൽ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ പാർലമെന്റിൽ ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റാനുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള അധികാരം യൂണിയൻ ഗവൺമെന്റിന് ഇല്ല. ഓക്കെ, പ്രസിഡന്റ് മാത്രമല്ല ഈ ഒരു റെക്കമെൻഡ് ചെയ്യുന്നതിന് മുന്നേ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനായിട്ട് മുന്നേ ഇതേ സെയിം ബില്ല് ആ കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലോട്ട് കൊടുക്കും. കേരളമാണെങ്കിൽ കേരളത്തിലോട്ട് കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇതാണ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത് പാർലമെന്റിൽ. കാരണം ഇവർ ഓൾറെഡി റിക്വസ്റ്റ് കൊടുത്താണ്. അപ്പോൾ ബില്ലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാണ്ട് മുന്നേ പ്രസിഡന്റ് ആ കൺസേൺഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒന്ന് അയക്കും. ഇങ്ങനെയാണ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക്, ഇപ്പൊ കേരളത്തിലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് കൊടുക്കാം. ഇത് വേണ്ട, ഇങ്ങനൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഈ ബില്ലൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണെങ്കിൽ പറയാം. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ബൈൻഡിങ്. നമ്മൾ ജസ്റ്റ് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ ആ ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കാൻ ആ ബില്ല് ഒന്ന് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ കൊടുക്കുന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഒപ്പീനിയൻ ഒന്നും ബൈൻഡിങ് അല്ല.
അവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒപ്പീനിയൻ നൽകാം, പക്ഷെ അത് ബൈൻഡിങ് അല്ല. ഓക്കെ, അങ്ങനെ അവസാനം നമ്മൾ സ്റ്റേറ്റ് അസംബ്ലി റെഫർ ചെയ്തതിന് ശേഷം ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഒരു ബൈൻഡിങ് ഒന്നല്ല, നേരിട്ട് ഇനി പാർലമെന്റിൽ അവതരിപ്പിക്കും. ഓക്കെ, പാർലമെന്റിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ മെജോറിറ്റിയിലാണ് പാസ്സാക്കേണ്ടത്, അല്ലാണ്ട് സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും വേണ്ട. 2/3 ഓഫ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്. കാരണം ആർട്ടിക്കിൾ 4, ഓക്കെ, ആർട്ടിക്കിൾ 4 ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ 2, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 3 ഇതുപോലെ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ല. അണ്ടർ ആർട്ടിക്കിൾ 368 എന്ന് ഓൾറെഡി ആർട്ടിക്കിൾ 4 പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നെയിം ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ മെജോറിറ്റി മതി, അല്ലാതെ സ്പെഷ്യൽ മെജോറിറ്റി ഒന്നും ആവശ്യമില്ല. ഓക്കെ, പിന്നെ ആ ബില്ല് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആക്ട് ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്തൊക്കെയാണോ മാറ്റം വന്നിങ്ങനെ അതൊക്കെ വരും. പിന്നെ ഷെഡ്യൂൾ, ഫസ്റ്റ് ഷെഡ്യൂൾ എന്താ, അതിലാണ് യൂണിയൻ ടെറിട്ടറീസിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾസിനെ കുറിച്ച് ഓൾറെഡി പറയാറുണ്ട്. ടെറിട്ടറി, ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറഞ്ഞൊരു ടിയേഴ്സ് ഓഫ് ഓൾഡ് PM എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ഷോർട്ട് ഫോം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഷെഡ്യൂൾസ് പഠിക്കാറ്. ഗൂഗിൾ ചെയ്താൽ മതി, ഇന്ന് കിട്ടും. ബാക്കി എന്തിനാണ് ഇത് T ഫോർ ഷെഡ്യൂൾ 1, അതൊരു ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അതിൽ മീൻസ് സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെ ഒക്കെ നെയിമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഷെഡ്യൂൾ 1-ലാണ്. അപ്പോൾ ഇത്തരത്തിൽ മാറ്റം വരുമ്പോൾ ഷെഡ്യൂൾ 1-ലോട്ട് മാറ്റം വരും. ഓക്കെ, ദെൻ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറയാം. നമുക്ക് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബില്ലും വന്നിട്ടുണ്ട്. എന്താണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഡയറക്ട്ലി ലോണും ഗ്രാൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അധികാരത്തിൽ കുറച്ചും കൂടി വലുതാക്കിയിട്ടുണ്ട് ഇവരുടെ അധികാരം എന്ന് പറയുന്നതാണ് ഒരു ബില്ല്. അപ്പോൾ 2 ബില്ല് ഇതുപോലെ 2 ബില്ലും രാജ്യസഭ പാസ്സാക്കിയിട്ടുണ്ട്. ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, ജർമ്മനി ഇന്ത്യയിൽ നിന്നിട്ട് ഗ്രീൻ ഹൈഡ്രജൻ വാങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ജർമ്മനി കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി കൂട്ടാനും ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ റിന്യൂവബിൾ എനർജി കോർപ്പറേഷൻ ഉറപ്പുവരുത്താനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് ന്യൂസ്. ഇൻട്രസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട്. ഇത് ഫോർ ഇമ്പോർട്ടിങ്, അഥവാ നമ്മളവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ഗ്രീൻ ഹൈഡ്രജൻ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇന്ത്യ ഒരു ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഒക്കെ ഇന്ത്യയിലുണ്ട്. ഇതറിയാവുന്നതായിരിക്കും. ഗ്രീൻ ഹൈഡ്രജൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് അല്ലേ. റിന്യൂവബിൾ എനർജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈ വാട്ടറിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ്റെ ഉണ്ടാക്കിയിട്ട് അത് എക്സ്പോർട്ട് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഇന്ത്യയിൽ ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വി ഹാവ് സോളാർ എനർജി റിസോഴ്സസ് ആൻഡ് വിൻഡ് എനർജി പൊട്ടൻഷ്യൽ. ഇതുപോലുള്ള റിന്യൂവബിൾ എനർജീസിൽ നിന്ന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ പൊതുവെ ഉണ്ടാക്കുന്നത്. സോ ഇന്ത്യയിൽ സോളാർ എനർജിയും വിൻഡ് എനർജിയും കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെ ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മീൻസ് ഒരു പ്രൊഡക്ഷനുള്ള കപ്പാസിറ്റിയും അല്ലെങ്കിൽ പൊട്ടൻഷ്യലും ഓൾറെഡി ഇന്ത്യയിലുണ്ട്. ഇനി ജർമ്മനിയുമായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഇൻവോൾവ്മെന്റ് വരികയാണെങ്കിൽ അത് ടെക്നോളജിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടൈസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ അത് ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഒരുപാട് ടെക്നോളജിയും ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മേഖലയിൽ കോപ്പറേറ്റ് ചെയ്താൽ ഇന്ത്യക്കും നല്ല രീതിയിൽ തിരിച്ചും ഹെൽപ്പ് ചെയ്യാൻ സാധ്യത. ഇന്ത്യക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രീൻ ഹൈഡ്രജൻ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള പുതിയ ടെക്നോളജീസ് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ വൺസ് ഇത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇത്തരത്തിലുള്ള കോപ്പറേഷൻ കുറച്ചും കൂടി കൂട്ടാൻ യൂറോപ്പിലോട്ട് നമുക്ക് ഇപ്പൊ ഓൾറെഡി ജർമ്മനിയായിട്ട് നമ്മൾ ഇതുപോലെ കോപ്പറേഷൻ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വഴിയും നമുക്ക് നല്ല രീതിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും യൂറോപ്പിലോട്ട്. ഓക്കെ, ജർമ്മനിയിൽ നിന്നിട്ട് നമുക്ക് തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മേഖലകൾ പറഞ്ഞിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, മെഷീനറി, കെമിക്കൽ ഇൻഡസ്ട്രി, റിന്യൂവബിൾ എനർജി. ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ്. ഓക്കെ, വൈ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ? ഫസ്റ്റ് തിങ്, ദ എനർജി സെക്യൂരിറ്റി. അതായത് നമുക്ക് ഫോസിൽ ഫ്യൂവലിൽ ഡിപ്പെൻഡൻസി നമുക്ക് കുറയ്ക്കാൻ പറ്റും ഗ്രീൻ ഹൈഡ്രജൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ.
ഡീകാർബണൈസേഷൻ, അതായത് ഇന്ത്യക്ക് ഒരുപാട് ക്ലീൻ എനർജി ടാർഗറ്റ്സ് ഉണ്ട്, പഞ്ചാമൃത് ടാർഗറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ പിന്നെ ഒരുപാട് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ആണെങ്കിൽ അതൊരു എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് മാറുന്നുണ്ട്. ദെൻ ജർമ്മനിയായിട്ടുള്ള ബയലാറ്ററൽ റിലേഷനിൽ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് ടെക്നോളജി ഇന്ത്യയിലോട്ട് വരാനും സാധ്യതയുണ്ട്. ദെൻ ഈ മേഖലകളിൽ ഒരുപാട് എംപ്ലോയ്മെന്റും ഇൻവെസ്റ്റ്മെന്റും വരാൻ സാധ്യതയുണ്ട് ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ മേഖലയിൽ. സോ ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഗ്രീൻ ഹൈഡ്രജൻ എന്ന മേഖലയിലുള്ള കോർപ്പറേഷൻ ഇസ് ബെനിഫിറ്റിംഗ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഈ ന്യൂസ്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ന്യൂസ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 19 മാസം എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഈസ് റെക്കോർഡഡ് ഇൻ ദ ജൂലൈ മന്ത്. ഓക്കെ, ഇന്ന് ജൂലൈ മന്തിലാണ് ഏറ്റവും വലിയ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്തേക്കുന്നത് 19 മാസത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഇൻഫ്ലേഷൻ റേറ്റ് ഈസ് 4.45%. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. എത്രയാണ് ഇപ്പോൾ CPI ഇൻഫ്ലേഷൻ, അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ. നമ്മൾ എന്താ എക്കണോമിയുടെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇൻഫ്ലേഷൻ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് പ്രകാരം CPI ഇൻഫ്ലേഷൻ ഈസ് 4.45% ഇൻ ജൂലൈ. പിന്നെ അതിൽ തന്നെ ഫുഡിൻ്റെയും ബീവറേജസിൻ്റെ ഇൻഫ്ലേഷൻ, അതിൻ്റെ അകത്ത് ഒരുപാട് കമ്പോണൻസ് ഉണ്ട് CPI-യിൽ. അതിൽ ഫുഡിൻ്റെയും ബീവറേജിൻ്റെ ഇൻഫ്ലേഷൻ 5.2% ആണ് കൂടിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ഇൻഫ്ലേഷൻ, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വരില്ലേ, സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടിന്, അതിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് 4.7% ആണ് കൂടിയേക്കുന്നതാണ് എല്ലാത്തിലും. പിന്നെ ഇപ്പോൾ ഗോൾഡ് ആൻഡ് സിൽവർ മേഖലയിൽ ആ ഒരു ഇൻഫ്ലേഷൻ ആണെങ്കിൽ 14.8% ആയിട്ടാണ് റിമെയിൻ ചെയ്തിട്ടുണ്ട് ഹൈ ആയിട്ട്. ഇതൊരു ഡാറ്റയാണ്. ഈ ഡാറ്റ ഓരോ മാസം കൂടുന്തോറും മാറുന്നു. പക്ഷെ നമ്മൾ പഠിക്കേണ്ടത് എന്താ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത് എന്നതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ്, ദ മൺസൂൺ ഇമ്പാക്ട്. നമുക്ക് ഈ വർഷം മൺസൂണിൻ്റെ മഴ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് കുറഞ്ഞു, അഗ്രികൾച്ചർ ഈൽഡ് കുറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസ് കുറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഫുഡിൻ്റെ ഡിമാൻഡ് കൂടും. നമ്മൾ അറിയാണ്ട് ഇപ്പോൾ അഗ്രികൾച്ചർ ഈൽഡ് കുറഞ്ഞെന്ന് വിചാരിക്കാം, അത്യാവശ്യ രീതിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ സാധനങ്ങളിലേക്ക് എന്തായിരുന്നു ഒരു കുറച്ച് ഡെഫിഷ്യൻസി വരുന്നുണ്ട്, അല്ലെങ്കിൽ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് വരുന്നുണ്ട്. ഈ ലഭ്യതക്കുറവ് എന്തെങ്കിലും ഹൈ ഡിമാൻഡും വരുന്നു. ഡിമാൻഡ് വരുമ്പോൾ എന്തുണ്ടാകും, സാധനവും ഇല്ല എന്നാൽ ഹൈ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും എന്ന് നമ്മൾ എക്കണോമിയിൽ പഠിക്കാറുണ്ട്. സോ മൺസൂണിൻ്റെ ഇമ്പാക്റ്റ് കാരണം അഗ്രികൾച്ചർ സപ്ലൈനെ ബാധിച്ചിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിമാൻഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് കാരണം പ്രൈസും കൂടുന്നുണ്ട്. അങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. രണ്ടാമത്തത് ഹയർ ഫുഡ് പ്രൈസസ്, പർട്ടിക്കുലർലി ഇപ്പോൾ ഏത് മേഖലയിലാണ് കൂടുതൽ ഫുഡ് ഇൻഫ്ലേഷൻ വരുമ്പോൾ ഈ മേഖലയിലാണ് ടൊമാറ്റോ, പൊട്ടാറ്റോ, ഗാർലിക്, ഒണിയൻ, പൾസസ്, ഈ മേഖലയിലാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ പ്രൈസസ് ഓഫ് ദ എഡിബിൾ ഓയിലാണ്. എഡിബിൾ ഓയിലിന്റെ പ്രൈസ് കൂടുന്നതുകൊണ്ട് നമ്മുടെ ഓവറോൾ ഇൻഫ്ലേഷൻ കൂടുന്നത്. അത് മാത്രമല്ല, നമുക്ക് വെസ്റ്റ് ഏഷ്യ ക്രൈസിസ് മുതലായിട്ടുള്ള ക്രൈസിസ് കാരണം, ഇപ്പോൾ റെഡ് സീലുള്ള ക്രൈസിസ് കാരണം നമ്മുടെ ഫ്യുവൽ ഇന്ത്യയിലോട്ട് വരുന്നതും അതോ ക്രൂഡ് ഓയിലിൻ്റെ ഒക്കെ ഇമ്പോർട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നുണ്ട്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെ ഒക്കെ വില കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും ട്രാൻസ്പോർട്ടേഷൻ്റെ മേഖലയിൽ ഇൻഫ്ലേഷൻ വരുന്നു. സോ ഓവറോൾ ഇൻഫ്ലേഷൻ കൂടുന്നു. ദീസ് ആർ ദ റീസൺ ഫോർ ദ ഇൻഫ്ലേഷൻ. ഓക്കെ, then we are giving a mains answer writing question. You can answer this question and you can send it to this mail. അങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.